ദൈവനാമത്തിന് മഹത്വം കരേറ്റുന്നു. രാത്രികാലവും ദൈവവചനത്തിന് മുൻപിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ലേഖനത്തിലെ 3-ാമത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൊരിന്ത്യർ അയച്ച എഴുത്തിന്റെ മറുപടിയായിട്ട് അപ്പോസ്തലനായ പൗലോസ് 6 ഭാഗങ്ങളിൽ കൂടി ദൈവസഭയെ അറിയിക്കുന്നു. ഇതിൽ 2 ഭാഗങ്ങൾ നാം ഓൾറെഡി ചിന്തിച്ചു. 3-ാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 11-ാം അധ്യായം ക്രിസ്തീയ ആരാധനയോടനുബന്ധിച്ച പ്രശ്നങ്ങൾ. രണ്ട് ഭാഗങ്ങളായിട്ട് നാം ആ അധ്യായത്തെ വിഭാഗിച്ച് പഠിക്കുകയാണ്. 2 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ സ്ത്രീകൾ സഭായോഗത്തിൽ മൂടുപടമിടുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 2-ാം ഭാഗം 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ മേശയോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചു. സ്ത്രീകൾ സഭായോഗത്തിൽ മൂടുപടമിടുന്നതിനെ കുറിച്ചുള്ള വിഷയത്തിൽ ഈ രാത്രികാലം അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിപ്പാൻ തക്കൊണ്ട് ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അതിന്റെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ 1 കൊരിന്ത്യൻസ് chapter 11 verse 7 to 16. 7-ാം വാക്യം. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതല്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. സൃഷ്ടി സംബന്ധമായിട്ട് ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് തന്റെ വാദഗതി ഈ വാക്യങ്ങളിൽ പിന്നെയും തുടരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിൽ ഉള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇവിടെ നാം വായിച്ചു, പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. രണ്ടാമതൊരു വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. അനന്തരം ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ആ അധ്യായത്തിന്റെ തന്നെ 21, 22 വാക്യങ്ങൾ കൂടി. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നും എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യരിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്തോത്രം. അതിനുശേഷം യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. സോ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതിനാൽ പുരുഷന്റെ തേജസ്സാണ് അവളിൽ പ്രതിബിംബിക്കുന്നത്. ഇവിടെ നാം വായിച്ചു, സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീക്ക് മീതെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സ്ത്രീ പുരുഷന്റെ പ്രതിമയാണെന്ന് പറയുന്നില്ല. ആ വാക്യത്തിൽ ശ്രദ്ധയോടെ വായിക്കുക. സ്ത്രീ പുരുഷന്റെ പ്രതിമയാണെന്ന് പറയുന്നില്ല, തേജസ്സാണെന്നാ പറയുന്നത്. ആദാമിന്റെ സ്വരൂപവും സാദൃശ്യവും ഹവ്വയല്ല, മറിച്ച് ശേത്താണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം.
Genesis chapter 5 verse 3. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ രേഖപ്പെടുത്തിയ അതേ കാര്യം തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദാമിന്റെ സ്വരൂപവും സാദൃശ്യവും ഹവ്വയല്ല, മറിച്ച് അവന്റെ മകനായ ശേത്താണ്. മടങ്ങി വരുന്ന വേദഭാഗത്തിലേക്ക്, പുരുഷൻ സ്ത്രീക്ക് മീതെയായതുകൊണ്ട് മൂടുപടം വേണ്ട, എന്നാൽ സ്ത്രീക്ക് അത് വേണം. 8-9 വാക്യങ്ങൾ. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ഇവിടെ സൃഷ്ടിയിലെ ക്രമം വീണ്ടും എടുത്തു പറയുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 1 Timothy chapter 2 verse 13. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു. കണ്ടിന്യൂ ചെയ്താട്ട്. പിന്നെ ഹവ്വ, ആദാം അല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. മതി. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആമേൻ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇവിടെ നാം വായിച്ചു, പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. കണ്ടിന്യൂ ചെയ്യുന്നു. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആദ്യം പുരുഷൻ, പിന്നീട് പുരുഷനിൽ നിന്ന് സ്ത്രീ, തക്കതുണയായിട്ട് സ്ത്രീ എന്നർത്ഥം. ഹല്ലേലൂയ. അത് കൺക്ലൂഡ് ചെയ്താൽ, പുരുഷൻ ദൈവത്തിനു വേണ്ടി അവന്റെ പ്രതിമയായിട്ട്, അവന്റെ തേജസ് പ്രതിഫലിക്കപ്പെടുവാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. സ്തോത്രം. ഒരിക്കൽ കൂടെ പറയുന്നു, പുരുഷൻ ദൈവത്തിനു വേണ്ടി അവന്റെ പ്രതിമയായിട്ട് അവന്റെ തേജസ് പ്രതിഫലിക്കപ്പെടുവാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ തേജസ് അല്ലെങ്കിൽ പുരുഷൻ അത് മറയ്ക്കപ്പെടേണ്ടതല്ല. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ തേജസ് പുരുഷൻ മറയ്ക്കപ്പെടേണ്ടവനല്ല. എന്നാൽ പുരുഷന്റെ തേജസ് സ്ത്രീ മറയ്ക്കപ്പെടേണ്ടവളാണ്. ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ തേജസ് പുരുഷൻ മറയ്ക്കപ്പെടേണ്ടവനല്ല. എന്നാൽ പുരുഷന്റെ തേജസ് സ്ത്രീ മറയ്ക്കപ്പെടേണ്ടവളാണ്. നമുക്ക് പഴയ നിയമഭാഗത്ത് ഒരു സംഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ട് 24-ാം അധ്യായം അതിന്റെ 65-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 24 verse 65. അവൾ ദാസനോട്, വെളിമ്പ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന്, എന്റെ യജമാനൻ തന്നെയെന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. ഇവിടെ ഇസഹാക്കിന് വധുവിനെ അന്വേഷിക്കുവാനായിട്ട് അബ്രഹാമിന്റെ ദാസൻ പോകുന്നതാണ് രംഗം. റബേക്കയെ കണ്ടു. റബേക്കയെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുവരുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് അതിന്റെ മുകളിലുള്ളത്.
65-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൾ, അതായത് റെബേക്ക, ദാസനോട്, വെളിം പ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന്, എന്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. ദാസന്റെ കൂടെ അവൾ വരുമ്പോൾ അതിനെതിരായിട്ട് ഇസ്ഹാക്ക് വരുന്നത് കണ്ടിട്ട്, ഇതാരാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദാസൻ പറഞ്ഞു, അതെന്റെ യജമാനനാണ്. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. എന്ത് സന്ദേശമാണ് ഇതിൽ കൂടി റെബേക്ക ഇസ്ഹാക്കിന് നൽകുന്നത്? തന്നെ വിവാഹം കഴിക്കാനായി പോകുന്ന പുരുഷനാണെന്ന് അറിഞ്ഞപ്പോൾ റെബേക്ക ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. എന്ത് സന്ദേശമാണ് നൽകുന്നത്? അവൾ ഇസ്ഹാക്കിന് കീഴ്പ്പെടുന്നുവെന്നും തന്റെ സൗന്ദര്യം അവന് മാത്രമുള്ളതുമാണെന്നും അത്രേ അത് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. മടങ്ങി വരുന്നു 10-ാം വാക്യത്തിലേക്ക്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. സ്തോത്രം. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ മുഖാന്തരം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഈ ഒരു വേദഭാഗം ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടില്ല. എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഞാൻ ഇങ്ങനൊരു വേദഭാഗം ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. എൻ്റെ മുകളിലും താഴെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താ ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. വ്യാഖ്യാനിക്കുവാൻ പ്രയാസമുള്ള ഒരു വിഷയമായത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ദൂതനും സഭയും സ്ത്രീയും ഇവരൊക്കെ എങ്ങനെയാ കണക്റ്റഡ് ആയിരിക്കുന്നത്? സ്തോത്രം. ചില വേദഭാഗങ്ങൾ വായിച്ചാലേ നമുക്കത് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. 1 Peter chapter 1 verse 10-12. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ. തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 10-ാം വാക്യം ഇപ്രകാരം നാം വായിച്ചു, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അതായത് അവർ പ്രവചിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് അവർ വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടെ അന്വേഷിച്ചു. അവർ പ്രവചിച്ചതായിട്ടുള്ള കാര്യങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് അവർ ശ്രദ്ധയോടെ താല്പര്യത്തോടു കൂടെ അന്വേഷിച്ചു. 11-ാം വാക്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ആ 11-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. ഇത് പഴയ നിയമകാലത്തെ കാര്യമല്ലേ പറയുന്നത്? പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ചല്ലേ പറയുന്നത്? അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അന്നും ക്രിസ്തു ഉണ്ടായിരുന്നല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ചിന്തിച്ചു. അവൻ, അതായത് ക്രിസ്തു, ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയ കാര്യങ്ങൾ, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്
ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അവർ ഈ വിഷയങ്ങളൊക്കെയും ആരാഞ്ഞു, അന്വേഷിച്ചു. അതായത് ക്രിസ്തുവിന്റെ കഷ്ടത എപ്പോഴാണെന്നോ ആരിലൂടെയാണെന്നോ കഷ്ടതയ്ക്ക് ശേഷമുള്ള തന്റെ മഹത്വത്തെക്കുറിച്ചോ കൂടുതലായിട്ടൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇക്കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അവർ പ്രവചിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നെ നാം വായിക്കുന്നു, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. ഇത് പ്രവചിച്ച അവർക്കായിട്ടല്ല, നമുക്ക് ഓരോരുത്തർക്കുമായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. അതായത് തങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നത് തങ്ങൾക്കല്ല എന്നും നമുക്കോരോരുത്തർക്കും വേണ്ടിയുള്ള ശുശ്രൂഷയാണ് അന്ന് അവർ ചെയ്തതെന്നും അവർക്ക് വെളിപ്പെട്ടിരുന്നു. അവർക്കത് അറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 12-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ഏത്? പുതിയ ഉടമ്പടിയെക്കുറിച്ചും അതിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളെക്കുറിച്ചും പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചത്, അതായത് സുവിശേഷം. ആ സുവിശേഷം ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ആര്? അന്ന് പ്രവാചകന്മാരിൽ കൂടി രേഖപ്പെടുത്തിയ സത്യങ്ങൾ ഇന്ന് ദൈവദാസന്മാർ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. പഴയ നിയമ പ്രവാചകന്മാരിൽ കൂടി ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഈ പുതിയ നിയമസഭയിൽ ദൈവദാസന്മാരിൽ കൂടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ സഹോദരിമാർ അറിയേണ്ട ഒരു വിഷയമാണ് കേട്ടോ. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് അവർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു? വീണ്ടെടുപ്പിനെ സംബന്ധിച്ച അതിശയകരമായിട്ടുള്ള പദ്ധതിയും വീണ്ടെടുക്കപ്പെട്ടവരുടെ നിത്യമായ ഔന്നത്യവും ദൂതന്മാർക്ക് വളരെ ആശ്ചര്യജനകമായിരുന്നു. ഒരു വേദഭാഗം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. എഫിഷ്യൻസ് ചാപ്റ്റർ 3 verse 8 to 11. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം
അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. അവനിൽ സ്തോത്രം. മതി. ഇവിടെ നാം വായിക്കുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും. ക്രിസ്തുവിന്റെ അപ്രമേയ ധനം നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം വേണമെങ്കിൽ. സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥയും, അതും അണ്ടർലൈൻ ചെയ്യാം. സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ആ കൃപ പൗലോസിന് ദൈവം കൊടുത്തു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഈ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ ഇന്ന് ദൈവസഭയിൽ കൂടി നാം ഓരോരുത്തരും അറിയുന്നു. അന്ന് അപ്പോസ്തലന്മാരിൽ കൂടി ദൈവം വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങൾ, അതായത് ക്രിസ്തുവിന്റെ അപ്രമേയ ധനം, സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥയും ഈ ചെറിയവനായ എന്നിൽ കൂടി ദൈവം വെളിപ്പെടുത്തിയെന്നും അതിന്ന് സഭ മുഖാന്തരം നിങ്ങൾ അറിയായി വരുന്നുവെന്നും അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തെക്കുറിച്ച് സഭയിൽ കൂടി ദൂതന്മാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ അവര് കുനിഞ്ഞു നോക്കുന്നേ? സുവിശേഷത്തിന്റെ അത്ഭുത സത്യങ്ങൾ അറിയുവാൻ തക്കവണ്ണം അവർ കാംക്ഷിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു. സുവിശേഷം പറയുവാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ചത് ദൂതന്മാരെ അല്ല, നമ്മളെയാ. നമ്മൾ പാടാറുണ്ടല്ലോ, ദൂതർക്കും കൂടവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തൻ അനുദിനമെനിക്കവൻ നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. എന്തോ നമ്മൾ പാടിയത്? ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂത് അറിയിച്ചിടുവാൻ. ആ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയെന്ന്. പിന്നെ നാം പാടിയത്, ദൂതഗണം കാവലായി തന്ന അനുദിനം എനിക്കവൻ. നമ്മെ കാവൽ ചെയ്യുവാനായിട്ട് ദൂതന്മാരെ ദൈവം നമുക്ക് നൽകി തന്നു. അതുകൂടാതെ നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. പുതിയ ദൈവിക സത്യങ്ങൾ, നൂതനമായ ദൂതുകൾ. ദൈവിക സത്യങ്ങൾ അന്നും ഇന്നും എന്നും ഒന്നാ, പക്ഷെ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ദിനംതോറും. ദൈവത്തിന്റെ വചനം ദിനംതോറും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. ഊനമില്ലാത്ത ദൂതാ ദൈവം തരുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല. ദൈവം നൽകി തരുന്ന ദൂത് ഊനമില്ലാത്ത ദൂതാണ്. അപ്പോൾ ദൂതന്മാർക്ക് ലഭിക്കാത്ത ആ ഭാഗ്യമാണ് പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അവരാകാംക്ഷയോടെ നോക്കുക താഴോട്ട്, എന്തുവാ സഭയിൽ നടക്കുന്നേ? ക്രിസ്തുവിന്റെ അപ്രമേയ ധനം പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥയും ദൂതന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. അത് തന്റെ ഭക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി.
ആകാംക്ഷയോടെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു നമ്മെ. മറ്റൊരു വേദഭാഗം കൂടി, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 1 Corinthians chapter 4 verse 9. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. അതിന്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ വായിക്കുന്നു. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക. നമ്മൾ പഠിച്ച വേദഭാഗമാണല്ലോ. ഈ ഭൂമിയിൽ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൂതന്മാർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ദൂതന്മാർ നിരന്തരം വിശുദ്ധന്മാരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. മടങ്ങി വരുന്നു 10-ാം വാക്യത്തിലേക്ക്. ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ടെ. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാട്ട്. That is why a wife ought to have a symbol of authority on her head because of the angels. That is why a wife ought to have a sign of authority on her head because of angels. കുറച്ചുകൂടൊന്ന് മനസ്സിലാക്കുവാനായിട്ട് മറ്റൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ ചെക്ക് ചെയ്തപ്പോഴ് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. For this reason and because the angels are watching, a woman should wear a covering on her head to show she is under authority. ഇപ്രകാരമാണ് അതിന്റെ അർത്ഥം. For this reason, ഇക്കാരണത്താൽ, and because the angels are watching, ദൂതന്മാർ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ, a woman should wear a covering on her head. ഒരു സ്ത്രീ തന്റെ തലമേൽ മൂടുപടം അണിയണം. To show she is under authority. നിങ്ങൾ അധീനതയിലാണെന്ന് കാണിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ മൂടുപടം ധരിക്കണം. To show she is under authority. Under whose authority? ആരുടെ അധീനതയിൽ? Under her husband's authority. നിങ്ങളുടെ ഭർത്താവിന്റെ അധീനതയിലാണ് നിങ്ങൾ കാണിക്കുവാനായിട്ട് നിങ്ങളുടെ തലമേൽ നിങ്ങൾ മൂടുപടം അണിയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്താട്ട് 6-ാം അധ്യായം അതിന്റെ 1-2 വേദഭാഗങ്ങൾ. ഐശയ്യാ chapter 6 verse 1 and 2. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. സ്തോത്രം. 2-ാം വാക്യം, സാറാഫുകൾ അവന്റെ ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഇവിടെ 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് മുഖം മൂടി. എത്ര വിനീതരായിട്ടാണ് സാറാഫുകൾ ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നത്. അവരുടെ മുൻപിൽ യോഗ്യമല്ലാത്തതൊന്നും സ്ത്രീകൾ ചെയ്തുകൂടാ. അതെന്താ? ദൂതന്മാർക്ക് എന്താ സഭയെ കാര്യം? നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, അവന്റെ മക്കളാ. നമ്മൾ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു.
അതിനിടെ ദൂതന്മാർക്ക് എന്താ കാര്യം? വെളിപ്പാട് പുസ്തകം എടുത്തിട്ട് 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. റെവല്യൂഷൻ ചാപ്റ്റർ 1 വേഴ്സ് 20. എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. സ്തോത്രം. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 നിലവിളക്കിന്റെ വിവരണവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൂതന്മാരെ സഭയുടെ പ്രതിനിധികളായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. ഏഴ് നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാർ. ദൂതന്മാരെ സഭയുടെ പ്രതിനിധികളായിട്ട് നാം ഈ പുസ്തകത്തിൽ കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ, സഭയിൽ ഒരു സഹോദരി മൂടുപടമില്ലാതെ ദൈവ കൽപ്പന ലംഘിച്ചാൽ ദൂതന്മാർക്ക് അവളെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാകും. സഭ കൂടുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല, ദൂതന്മാരുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൂതൻ ഇറങ്ങി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ദൂതന്മാരുടെ സാന്നിധ്യം സഭ കൂടുമ്പോഴുണ്ടാകും. മറ്റൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 10-11 വേദഭാഗങ്ങൾ. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 10 and 11. ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് വളരെ ശ്രദ്ധയോടെ വായിക്കുക ഈ വാക്യം. ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. There is a warning, there is a caution. അതുകൊണ്ടല്ലേ സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞേക്കുന്നേ. അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ശ്രദ്ധയോടെ വായിക്കുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. ആരുടെ ദൂതന്മാർ? ഈ തുച്ഛീകരിക്കപ്പെട്ടവന്റെ. ഓരോ വിശ്വാസിക്കും സേവകാത്മാക്കളായിട്ട് ദൂതന്മാരുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്നത്. എല്ലാ വിശ്വാസിക്കും സേവകാത്മാക്കളായിട്ട് ദൂതന്മാരുണ്ട്. പിന്നീട് എന്താ ആ വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത്? അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത്, ഈ ചെറിയവർക്ക് എന്തെങ്കിലും വിഷാദമുണ്ടായാൽ, അല്ലെങ്കിൽ ഉണ്ടാക്കിയാൽ, അത് ഉടനടി സ്വർഗീയ പിതാവ് അറിയും. അതായത് ന്യൂസ് പെട്ടെന്ന് അങ്ങ് ചെല്ലുമെന്ന്. ഇതാരാ പറഞ്ഞേ? അവിടുന്ന് വന്നവൻ അപ്പോസ്തലനല്ല ഇത് പറഞ്ഞത്. പിതാവിന്റെ കൂടെ ഇരുന്നവനാ ഇത് പറഞ്ഞത്.
ഞാനിത് ഭാവനയിൽ അങ്ങ് കാണുക. ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന ദൂതൻ. ആ ദൂതനാണ് ഈ തുച്ഛീകരിച്ചവന്റെ സേവകാത്മാവ്. അവനെ ആ ദൈവം നിയോഗിച്ചേക്കുന്നത് അവന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇവനെ ഒരുത്തൻ തുച്ഛീകരിക്കുന്നത് കാണുമ്പോൾ, ഇവന് പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ, ഇവൻ ദയനീയ ഭാവത്തോട് ഒരുപക്ഷെ പിതാവിനെ ഇങ്ങനെ നോക്കുന്നുണ്ടാകും. കർത്താവായ യേശു ക്രിസ്തു എവിടെ ഇപ്പോഴ്? പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. ഈ ദൂതൻ പിതാവ് ഒന്ന് കണ്ണ് കാണിച്ചാൽ പിന്നെ ശരിയാക്കും. വലത്തിരിക്കുന്ന യേശു ഒരു പക്ഷേ ഇടത്ത് കൈകൊണ്ട് പിതാവിന്റെ തൊടയിലൊന്ന് പിടിച്ചു കാണും. വേണ്ട, മധ്യസ്ഥ നിൽക്കുക, ശരിയാകും. അവസരം കൊടുക്കുക. പിതാവ് ഒന്ന് കണ്ണു കാണിച്ചാ മതി. ദൈവത്തിന് സ്തോത്രം. വാക്യത്തിന്റെ ഈ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന തന്നെ പറയത്തില്ല, അയ്യോ അവനോടൊന്നും ചെയ്യരുത്, കാരണം അവന്റെ അപ്പം പോലീസില്ല. എന്നുവെച്ചാ എന്തുവാ? അവന് നേരെ കളിച്ചാല് വിവരം അറിയുന്നു. അതുപോലെ ഒരു അപായ സൂചന ഈ വാക്യത്തിലില്ലേ? ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് യേശുവാ പറഞ്ഞത്. കാരണം എന്താ? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അയ്യോ, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ പിതാവ് ഒന്ന് കണ്ണു കാണിക്കുകയാണെങ്കിൽ അവന്റെ കാര്യം ശരിയാവും. ദൂതന്മാരുടെ ശുശ്രൂഷ അത് സംരക്ഷണത്തോടും ബന്ധപ്പെട്ടതാണ്. സങ്കീർത്തന പുസ്തകം എടുത്തിട്ട് 34 അധ്യായം അതിന്റെ 7 വാക്യം. സാംസ് ചാപ്റ്റർ 34 verse 7. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്തോത്രം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. മറ്റൊരു വേദഭാഗം എല്ലാവർക്കും കാണാതെ അറിയാവുന്നതാ. സങ്കീർത്തനം 91 അധ്യായം അതിന്റെ 11 വാക്യം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പം ചെറിയവരെ തുച്ഛീകരിക്കാതിരിക്കുവാൻ നാം സൂക്ഷിച്ചു കൊള്ളണം. കാരണം മേളിൽ അവർക്ക് ആളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ. ആരും ഇല്ലെന്ന് കരുതരുത്. ഒരുപക്ഷെ ലോകത്തിൽ അവർക്ക് ആരും കാണത്തില്ലായിരിക്കും, പക്ഷെ മേളിൽ ആളുണ്ട്. മേളിൽ പിടിയുള്ള ആളാണ്. സ്തോത്രം. മറ്റൊരു വേദഭാഗം എടുത്താട്ട് തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 5 അധ്യായം 21 വാക്യം. 1 Timothy chapter 5 verse 21. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട്, സിദ്ധാന്തം കൂടാതെ. ഇനി സിദ്ധാന്തമൊന്നും കണ്ടുപിടിക്കണ്ട. ന്യൂട്ടന്റെ സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനൊന്നും പോണ്ട. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന അങ്ങ് പാലിച്ചാൽ മതി. നീ പക്ഷമായിട്ടൊന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവേശുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും, അണ്ടർലൈൻ, ശ്രേഷ്ഠദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. ദൂതന്മാരെയും സാക്ഷിയാക്കിയിട്ടാണ് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട്, നീ ഇത് പ്രമാണിച്ചു കൊള്ളണമെന്ന്.
അപ്പോൾ ദൂതന്മാരെല്ലാരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വേദഭാഗം കൂടി, സഭാപ്രസംഗി 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എക്ലീസിയാസ്റ്റിസ് chapter 5 verse 6. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്കു നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധത്താൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? അബദ്ധത്താൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. അബദ്ധത്താൽ വന്നുപോയി. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് കേട്ടിട്ടില്ലേ? നാക്കിന് ലൈസൻസ് ഇല്ലെന്ന്. വായ തുറക്കുന്നതിന് മുൻപ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഒന്ന് റീകൺഫേം ചെയ്യുക. രണ്ട് പ്രാവശ്യം ചിന്തിക്കുക, കോൺസിക്വൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തില് നാവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം അറിയാമല്ലോ. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ട്, ജെയിംസ് chapter 3 verse 5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. കണ്ണീതായിട്ട് നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ മതി. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. ഞാൻ എൻ്റെ ചെറുപ്പത്തില് എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങളുടെ ഒരു വീട്ടിൽ പോയപ്പോഴേ, ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോഴേ, അവിടുത്തെ അച്ചായന് അമ്മമ്മയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മണി ഇവൾ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവളാണ്. അന്നാ ഞാൻ ഇതാദ്യമായിട്ട് കേൾക്കുന്നത് ഈ പ്രയോഗം. എന്തോ അതിന്റെ അർത്ഥം, ഈ ചുട്ട കോഴിയെ പറപ്പിക്കുക എന്ന് പറഞ്ഞ? ഇവള് വർത്താനം പറയാൻ തുടങ്ങിയാൽ മുമ്പിൽ ഇരിക്കുന്ന കോഴി ചുട്ടുവെച്ചേക്കുന്നതാണെങ്കിലും അത് ജീവനും കൊണ്ട് പറന്നു പോകുന്നു. അതതിന്റെ അർത്ഥം. ഇവിടെ പറഞ്ഞ പോലെ ചെറിയ നാവ് കാട് കത്തിക്കും. ഞാനിത് നേരത്തെ പറഞ്ഞതാന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഈ മെസ്സേജ് കഴിഞ്ഞോണ്ട് എന്നോട് ഷീജ പറഞ്ഞു, കറ്റാണത്തെ അമ്മാമ്മയുടെ കാര്യം, അയ്യോ ഇത് മുമ്പും പറഞ്ഞതാന്ന്. ഞാനത് പറഞ്ഞതാ, നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാനിവിടെ പറഞ്ഞതാന്ന്. മാലിക്കൽ ചർച്ച ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, കാരണം അവിടെ മുമ്പിൽ വെച്ചാ പറഞ്ഞത്. അത് പറയേണ്ട ആവശ്യമായിരുന്നു ആ സഭയിൽ, അതുകൊണ്ട് പറഞ്ഞു. ഈ ചിലപ്പോഴും നമ്മൾ ഓർക്കത്തില്ല പറയുന്നതേ. കഥ പറയുന്നത് മനുഷ്യർ ഓർത്തിരിക്കും. എത്ര പ്രാവശ്യം പറഞ്ഞെന്നും അവർക്കറിയാം. പക്ഷെ വചനം 10 പ്രാവശ്യം പ്രസംഗിച്ചാലും അത് അറിയത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. എടുത്ത വചനം 10 പ്രാവശ്യം പ്രസംഗിച്ചാലും അത് അറിയത്തില്ല. പക്ഷെ കഥ പറയുന്നതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കും. ഈ ദൈവദാസന്മാരെ 3 വർഷം കഴിയുന്നുണ്ടെ സഭ മാറ്റുന്നതിന്റെ കാരണം അതാ. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു 3 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. അപ്പൊ ഈ 3 വർഷം കൊണ്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു 3 വർഷം കൊണ്ട് എല്ലാം ചെയ്തെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എന്തോ പറയാന്? ആവർത്തന വിരസത വരും. അതുകൊണ്ടാണ് ഈ സഭ മാറ്റുന്നത്. അത് അതിന്റെ പുറകിലുള്ള ഒരു ലോജിക്ക്
ഈ മുതിർന്ന ദൈവാസ്മാര് പറഞ്ഞു കേട്ടിട്ടുള്ള 3 വർഷം കൊണ്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരുമെന്നാ പറയുന്നത്. അപ്പൊ പിന്നെയും നമ്മള് ഇതിപ്പോ നിങ്ങൾ എത്ര വർഷമായിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് ഇത് കേൾക്കുക അല്ലെ, എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴ് ഞാൻ മടങ്ങി വരുന്നു 10-ാം വാക്യത്തിലേക്ക്. ഒരു പ്രാവശ്യം കൂടെ വായിച്ചായിട്ട്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതായത് ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അധികാരത്തിന് വിധേയാണെന്ന് കാണിക്കുന്ന ശിരോവസ്ത്രം അവൾ ധരിക്കണം. അല്ലെങ്കിൽ ദൂതന്മാർ നിങ്ങളെ തെറ്റിദ്ധരിക്കും. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇവക്ക്. സഭയെ വന്നിരിക്കുമ്പോ ശ്രദ്ധിക്കുക. ദൂതൻ നോക്കുന്നോണെ ഭർത്താവിനെ അംഗീകരിക്കാത്ത, അല്ലെ ഭർത്താവിന് കീഴ്പ്പെടാത്തവളാണോ ഈ ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റ് ദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ ഒക്കെ പോയെന്നിരിക്കും. അപ്പം ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തില് നാടോടുമ്പോൾ നടുവേ ഓടരുത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ മെസ്സേജ് കഴിഞ്ഞില്ല, താഴോട്ട് വരുന്നതേ ഉള്ളൂ. ഇതൊരു കാര്യം മാത്രം, ആദ്യത്തെ കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 11-ാം വാക്യം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സൃഷ്ടിയിലെ ക്രമം സൂചിപ്പിച്ച ശേഷം കർത്താവിൽ സ്ത്രീയും പുരുഷനും എങ്ങനെയെന്ന് പറയുന്നു. കർത്താവിൽ സ്ത്രീയും പുരുഷനും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും അന്യോന്യ പൂരകങ്ങളാ. സ്ത്രീയെ കൂടാതെ പുരുഷനില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഒരു വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 verse 27 and 28. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. സ്തോത്രം. 28-ാമത്തെ വാക്യം. അതിൽ, അതായത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ആണും പെണ്ണുമെന്നില്ല, സ്ത്രീയും പുരുഷനുമെന്നില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ എല്ലാവരും ഒന്നത്രേ. അപ്പോസ്തലനായ പൗലോസ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ക്രിസ്തുയേശുവിൽ കാണുന്നു. ഒരു കാര്യം ഞാൻ പറയാം, പുരുഷനും സ്ത്രീയും ക്രിസ്തുവിൽ ഒന്നായാൽ ക്രിസ്തീയ കൽപ്പനകൾ അവർ പരസ്പരം അംഗീകരിക്കും. ഇതൊന്നാകാത്തതായി പ്രശ്നം. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, പുരുഷനും സ്ത്രീയും ക്രിസ്തുവിൽ ഒന്നായാൽ ക്രിസ്തീയ കൽപ്പനകൾ അവർ പരസ്പരം അംഗീകരിക്കും. ക്രിസ്തുവിൽ അവർ ഒന്നാകുമ്പോൾ തന്നെ സൃഷ്ടിയിൽ ഒരു ക്രമമുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു ക്രമമുണ്ട്, സഭയിൽ ഒരു ക്രമമുണ്ട്. അതവർ അംഗീകരിക്കും. ഹല്ലേലൂയ. 12-ാം വാക്യം. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു, എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. ശ്രദ്ധയോടെ വായിക്കുക വാക്യം. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ.
സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ സ്ത്രീയുടെ ആവിർഭാവത്തിന് പുരുഷൻ മൂലകാരണം അല്ലെങ്കിൽ ഇനിഷ്യൽ കോസ് ആയിരുന്നു. സ്ത്രീയുടെ ആവിർഭാവത്തിന് പുരുഷൻ മൂലകാരണമായിരുന്നു അല്ലെങ്കിൽ ഇനിഷ്യൽ കോസ് ആയിരുന്നു. രണ്ടാമത് നാം വായിച്ചു, പുരുഷൻ സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. ഒന്ന്, സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായി. രണ്ടാമത് വായിക്കുന്നു, പുരുഷൻ സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്താ അതിന്റെ അർത്ഥം? തുടർന്ന് വന്നപ്പോൾ മനുഷ്യരാശിയുടെ വർധനവിന് സ്ത്രീ സഹായ കാരണമായി, അതായത് ഇൻസ്ട്രുമെന്റൽ കോസായി. അത് സ്വാഭാവിക ജനനം മൂലം സംഭവിച്ചു. ആദ്യത്തേത് ഇനിഷ്യൽ കോസും രണ്ടാമത്തേത് ഇൻസ്ട്രുമെന്റൽ കോസും. മനുഷ്യരാശി ഉണ്ടാകുന്നതിന് നമ്മളെല്ലാം ഉണ്ടായത് എവിടുന്നാ? നമ്മുടെ മാതാവിൽ നിന്നല്ലേ. പുരുഷൻ സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. ഈ മാതൃത്വം എന്ന് പറയുന്നത് സ്ത്രീയുടെ പ്രത്യേക പദവിയും മഹത്വവുമാണ്. നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അയ്യോ പുരുഷനായി പോയില്ലല്ലോ, അങ്ങനെ ആർക്കെങ്കിലും വിഷമമുണ്ടോ? പുരുഷൻ സ്ത്രീയുടെ തലേന്നൊക്കെ കേൾക്കുന്നുണ്ടേ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭാഗ്യമുള്ളവരാ. മാതൃത്വം അത് സ്ത്രീയുടെ പ്രത്യേക പദവിയും മഹത്വവുമാണ്. അമ്മ എന്ന രണ്ടക്ഷരത്തിന്റെ മഹത്വം. സ്തോത്രം. ആരാ അമ്മ? അമ്മ നമ്മെ കരുതിയതുപോലെ വേറെ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഓക്കെ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നമ്മളെ പലരും കരുതിയിട്ടുണ്ട്. അമ്മ കരുതിയത് ഞാൻ പറയാം. താൻ ശ്വസിച്ച ശ്വാസത്തിൽ നിന്നും 10 മാസം നമുക്ക് ശ്വസിക്കാൻ തന്ന അമ്മ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? താൻ ശ്വസിച്ച ശ്വാസത്തിൽ നിന്നും 10 മാസം നമുക്ക് ശ്വസിക്കാൻ തന്ന അമ്മ. താൻ കഴിച്ച ആഹാരത്തിൽ നിന്നും 10 മാസം നമുക്ക് ആഹാരം തന്ന അമ്മ. അതാ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത്. സ്തോത്രം. സ്കൂളിൽ അധ്യാപകർ ഒരു ഓർഡർ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാ പിതാ ഗുരു ദൈവം. കേട്ടിട്ടുണ്ടോ? സ്തോത്രം. നാം എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുമെന്ന് നാം അങ്ങ് അസ്യൂം ചെയ്യുക. അത് പോരാ, നാം അവർക്കത് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അഞ്ച് വയസ്സുള്ളപ്പോൾ സ്കൂളിൽ പോയിട്ട് നിന്നെ കാണാതിരുന്നപ്പോഴുണ്ടായ ടെൻഷൻ നിനക്ക് 60 വയസ്സായാലും 70 വയസ്സായാലും നിന്റെ മാതാപിതാക്കൾക്കുണ്ടാവും. കാരണം എത്ര വയസ്സായാലും നീ അവരുടെ മകനാ അല്ലെങ്കിൽ മകളാ. ഭാര്യയും ഭർത്താവും ഒക്കെ കയറിക്കിടന്ന് ഉറങ്ങും, മക്കളും കയറിക്കിടന്ന് ഉറങ്ങും. നിന്റെ അപ്പനും അമ്മയും നീ വന്നിട്ടേ ഉറങ്ങും. അതാ വ്യത്യാസം.
അച്ഛാ പോന്നുണ്ടെ കീയോട് എടുത്തോണേന്ന് പറയും. പറഞ്ഞിട്ടില്ലേ? കമ്മിറ്റിക്കൊക്കെ പോകുന്നുണ്ടെ ഉറക്കളച്ച അമ്മമ്മമാര്, പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞു, 2 മണി വരെയൊക്കെ ഇരിക്കുമായിരുന്നു. ഇരിക്കുകയല്ല, നമ്മളും ഉറങ്ങും അല്ലേ? എല്ലാരും ഉറങ്ങും. പക്ഷെ ഉറങ്ങാതിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, എന്റെ അപ്പനും അമ്മയും. നീ വന്നിട്ടേ ഉറങ്ങും അവര്. ഒരു പക്ഷെ കട്ടിലെ കിടക്കുമായിരിക്കും, പക്ഷെ ഉറക്കം വരത്തില്ല. ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാലേ ഉറക്കം വരൂ. സ്തോത്രം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നാം ജീവിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. എന്റെ ഫാദറിനെ എനിക്ക് നഷ്ടപ്പെട്ടു, അതിന്റെ വേദന എനിക്ക് ഇന്നും അറിയാം. ഐ മിസ് ഹിം. ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം എന്റെ പിതാവിനെ ഓർക്കും എന്നുള്ളത് എനിക്കറിയാം. n നമ്പർ ഓഫ് ടൈംസ്. അവര് ജീവിക്കുമ്പോൾ നമ്മെ അവർ കരുതുന്നത്, നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മാവേലിക്കര വരെ പോവാണെന്നുണ്ടെങ്കിൽ എന്റെ ഫാദർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇവിടുന്ന് അവിടെ വരെ പോകാൻ 15 മിനിറ്റ്, ആ വീട്ടിൽ അവൻ അരമണിക്കൂർ ഇരിക്കും, പിന്നെ തിരിച്ചു വരാൻ 15 മിനിറ്റ്. കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ പുള്ളി വിളിക്കും. അന്ന് മൊബൈൽ ഇല്ലായിരുന്നു. പോയ വീട്ടിൽ ഫോൺ ചെയ്യും, അവൻ ഇറങ്ങിയോ. പത്ത് മിനിറ്റ് താമസിച്ചാല് ആള് റോഡിൽ കാണും. കയറി വരുന്ന ചോദിക്കും, നീ എന്താ താമസിച്ചേ? നമ്മൾ ചിലപ്പോ കടയിലെ വല്ലതും കയറിയായിരിക്കും. അങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. കുഞ്ഞുങ്ങള്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പിതാവിനെ സ്നേഹിക്കണം. എന്നാൽ ഒരു പടി കൂടുതൽ നിങ്ങളുടെ മാതാവിനെ സ്നേഹിക്കണം. പിതാവിനെ ഒരുപക്ഷെ നിങ്ങൾ വേദനിപ്പിച്ചാൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ മാതാവിന് അത് സാധിക്കില്ല. മാതാവിന്റെ കണ്ണുനീർ വീഴുന്നത് നല്ലതിനല്ല. സ്തോത്രം. പിതാവിന് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാം, പിതാവ് ഒരു പക്ഷേ കാര്യത്തില്ല. ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ വന്ന ഒരു കല്യാണത്തിന്റെ ക്ലിപ്പിങ്. ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അവള് പോകുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടതായിരിക്കാം, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയം ആ പെൺകുട്ടി അവളുടെ അച്ഛനെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരു കരച്ചിലുണ്ട്. അവളെ പിടിവിടുന്നില്ല. അത് ഒത്തിരി സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സീനാ. അതിനെ കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് അതിന്റെ കൂടെയുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. അതായത് രാവിലത്തെ പ്രഭാത സൂര്യൻ വന്ന് നമ്മുടെ ശരീരത്ത് വീഴുമ്പോൾ നമ്മൾ ഉണരുന്നത് പോലെ രാവിലെ വന്നിട്ട് നമ്മളെ ഉണർത്തുന്ന പിതാവിനെയാണ് എനിക്കിഷ്ടം. പിന്നെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ ഒന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. നമ്മള് കുഞ്ഞുങ്ങൾ കരയുന്ന പറഞ്ഞാൽ പിതാക്കന്മാര് കരയാറില്ല, പക്ഷെ അവരുടെ ഉള്ളുരുകും. പിന്നെ ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ
ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറക് വിടർത്തുമെന്നച്ഛൻ. കല്ലെടുക്കും കളിത്തുമ്പി. ചെറുപ്പത്തിൽ ഓർമ്മയുണ്ടോ പക്കിയെ പിടിക്കുന്നേ? വീടിന്റെ മുമ്പിലൊക്കെ ഒരുപാട് പൂവൊക്കെ ഉള്ള, സാധാരണ കാലത്ത് പണ്ടത്തെ തെറ്റിയും ഒരുപാട് റോസും ഒക്കെ ഉള്ള വീടുകൾ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നല്ലോ പക്കികള്. ഇനത്തിലെ വലിയ പക്കി ഉണ്ടല്ലോ, കള്ളുകൂടിയും പക്കി. പതിയെ പോയി അതിന്റെ ചിറകിന് പിടിക്കും, എന്നിട്ട് 2 ചിറകും കൂടെ കൂട്ടി അങ്ങ് പിടിക്കും, എന്നിട്ട് പോയി ഒരു കല്ലിന്റെ മുകളിലോട്ട് കൊണ്ട് വെക്കും. അതിന് നിവർത്തിയില്ല, ആ കല്ലെടുക്കും. നിങ്ങൾ ആരും ഇത് ചെയ്തിട്ടില്ലേ? സ്തോത്രം. അപ്പൊ ഈ കല്ലിതിനെ കൊണ്ട് എടുപ്പിക്കും. അപ്പം പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറക് വിടർത്തുമെന്നച്ഛൻ. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സെന്റിമെന്റൽ ആക്കുന്ന ഒരു സീനാണ്. ഞാൻ പറഞ്ഞത്, പിതാക്കന്മാർക്ക് ഒരുപക്ഷെ ഈ വേദനകളൊക്കെയും സഹിക്കുവാൻ തക്കവണ്ണം കഴിയും, മാതാവിന് അത് സാധിക്കില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒരു പടി കൂടുതൽ നിങ്ങളുടെ മാതാവിനെ സ്നേഹിക്കുന്നത് നല്ലതാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് മറ്റാർക്കും ഇല്ലാത്തൊരു പദവിയാ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരുന്നു 13-ാം വാക്യത്തിലേക്ക്. നിങ്ങൾ തന്നെ വിധിപ്പീൻ, സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? നിങ്ങൾ തന്നെ വിധിപ്പീൻ, സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? നിങ്ങൾ തന്നെ വിധിപ്പീൻ. സാമാന്യ ബോധം അനുസരിച്ച് ഒരു വിധി പറയുവാൻ തക്കവണ്ണം പൗലോസ് ആവശ്യപ്പെടുന്നു. മൂടുപടമില്ലാതെ സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ പുരുഷന് തുല്യയാകുകയല്ലേ അവൾ ചെയ്യുന്നത്? അത് പുരുഷന്റെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ തക്കവണ്ണം കാരണമാകും. ഇതേതാ സ്ത്രീവേഷം കെട്ടിയ പുരുഷൻ എന്നവർ ചിന്തിക്കും. നേരത്തെ നമ്മൾ ചിന്തിച്ചു, ദൂതനും നിന്നെ നോക്കും. സഹോദരിമാരോട് ഒരു കാര്യം പറയും: നിങ്ങൾ സഭയിൽ കാഴ്ച വസ്തുവാകരുത്. അത് സാമാന്യ ബോധത്തിനും എതിരാണ്. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് സ്ത്രീയായിട്ട് ജീവിക്കാനാണ്. ബി പ്രൗഡ് ഓഫ് വാട്ട് യു ആർ. പുരുഷന് തുല്യനാകുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ദൈവത്തിന്റെ വചനപ്രകാരം അതിനൊരു ക്രമം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഡാർവിന്റെ സിദ്ധാന്തമൊന്നുമല്ല പഠിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാ. അത് വിശ്വസിക്കുന്നവർക്ക് ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. 14-15 വാക്യങ്ങൾ. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനം എന്നും, സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനം ആകുന്നുവെന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? സ്തോത്രം. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും, സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നുവെന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ഇത് പ്രകൃതി നൽകുന്ന പാഠം. ഒന്നാമത് നമ്മൾ പഠിച്ചത് സൃഷ്ടിയിലെ ക്രമം, രണ്ടാമത്തേത് സാമാന്യ ബോധം അനുസരിച്ച്, മൂന്നാമത്തേത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഇത് പ്രകൃതി നൽകുന്ന പാഠം. നീളമുള്ള മുടി സ്ത്രീക്ക് പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു മൂടുപടമാണ്. അതവൾക്ക് ഭൂഷണവുമാണ്. ബോയ്ക്കട്ട് ചെയ്യേണ്ടതെന്ന്, ബോയ്ക്കട്ട് ബോയ്സ് ചെയ്തോളൂ. ദൈവത്തിന് സ്തോത്രം. ആ വേദഭാഗം ഇംഗ്ലീഷിലൊന്ന് വായിച്ചേട്ട്.
Does not nature itself teach you that if a man wears long hair, it is a disgrace for him? But if a woman has long hair, it is her glory, for her hair is given to her for a covering. Does not nature itself teach you that if a man wears long hair, it is a disgrace for him? But if a woman has a long hair, ഒരു സ്ത്രീക്ക് നീളമുള്ള മുടി ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഹെർ ഗ്ലോറി. ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. അത് അവളുടെ ഗ്ലോറി അല്ലേ? ഗ്ലോറി എന്ന് പറഞ്ഞാൽ തേജസ്, ഐശ്വര്യം, അവൾക്ക് ഭൂഷണം, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. For her hair is given to her for covering. ദൈവം അവൾക്ക് നീളമുള്ള മുടി കൊടുത്തിരിക്കുന്നത് അവളെ തന്നെ മൂടാനാണ്. അങ്ങനെയെങ്കിൽ സ്ത്രീ സഭയിൽ തലമൂടുന്നത് സാമാന്യ മര്യാദയും നാട്ടുനടപ്പുമാണെന്ന് മാത്രമല്ല, പ്രകൃതി നിയമത്തിന് അനുയോജ്യവുമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകുന്നു. 16-ാം വാക്യം. ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. ഒരുത്തൻ തർക്കിക്കുവാൻ തക്കവണ്ണം ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. സ്ത്രീകൾ സഭയിൽ ആരാധിക്കുന്നത് തലമൂടിക്കൊണ്ടായിരിക്കണമെന്നത് കൊരിന്തിൽ മാത്രമല്ല, മറ്റ് സഭകളിലും നിലവിലിരിക്കുന്ന പ്രമാണമാണ്. ഇത് തർക്കിച്ച് സ്ഥാപിക്കേണ്ട ഒന്നായിരിക്കുന്നില്ല. ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. നാം ഓർക്കേണ്ടതായ ഒരു കാര്യം, ഓരോ ലോക്കൽ സഭയും കർത്താവിനോട് മാത്രം സ്ഥാപിക്കേണ്ട ഒന്നായിരിക്കുന്നില്ല. ഓരോ ലോക്കൽ സഭയും കർത്താവിനോട് ഉത്തരവാദിത്വമുള്ളതായിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തോലിക ഉപദേശത്തിനും മറ്റ് സഭകളിലെ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി അവതരിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്കാരും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഞാനും കർത്താവ് എന്റെ സഭയും, ഇതല്ല ലോക്കൽ സഭയുടെ കാഴ്ചപ്പാട്. ഇതാകരുത്. മറ്റ് സഭകളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. അപ്പോസ്തോലിക ഉപദേശങ്ങൾ നമ്മൾ ഏവരും അനുഷ്ഠിക്കുവാനായിട്ടുള്ളതാ. അവരനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല. ഇത് കൊരിന്തിൽ മാത്രമുള്ള പ്രശ്നമല്ല, മറ്റ് സഭകളിലും നിലവിലിരിക്കുന്ന പ്രമാണമാ. കൊരിന്തിലെ അമ്മമ്മമാർക്ക് മാത്രമായിട്ട് ഒരു നിയമമില്ലെന്ന്. ഇത് തർക്കിച്ച് സ്ഥാപിക്കേണ്ട ഒരു കാര്യവുമല്ല, ഇത് കൽപ്പനയാ. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. സ്ത്രീകൾ സഭയിൽ മൂടുപടമിടുന്ന വിഷയം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് 4 നിലകളിൽ കൈകാര്യം ചെയ്യുന്നു. ഒന്നാമത്തേത് സൃഷ്ടിയിലെ ക്രമാനുസരണം. അതാണ് നമ്മൾ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പഠിച്ചത്. സൃഷ്ടിയിലെ ക്രമാനുസരണം, ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാ. രണ്ടാമത്തേത് ബാഹ്യമായിട്ടുള്ള സാമാന്യ ബോധം. നിങ്ങൾ തന്നെ വിധിക്കാനാ പൗലോസ് പറഞ്ഞത്. 13-ാമത്തെ വാക്യം. മൂന്നാമത്തേത് പ്രകൃതി നൽകുന്ന പാഠം. അതിന്റെ 14-15 വേദഭാഗങ്ങൾ. നാലാമത്തേത് സഭകളുടെ പൊതുവായ ആചാരം. അത് 16-ാമത്തെ വാക്യം. ഇന്നത്തെ ചില സഭകൾ സ്ത്രീകളെ സഭാ ശുശ്രൂഷകരാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. അത് തിരുവചന വ്യവസ്ഥയുടെ ലംഘനമാണ്. ഈ റീസെന്റ് ആയിട്ടും ഒരു പുരോഹിതയെ
ഒരു പൗരോഹിത്യ സഭയില് പട്ടം കൊടുക്കുന്നത് കാണുവാൻ തൊക്കിടയായി. ഈ ലിംഗവ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണക്കാർ വിചാരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യമാണ്. ഈ ശിരസ്ഥാനം എന്ന് പറയുന്നത് ദൈവം സ്ത്രീകൾക്കല്ല പുരുഷനാണ് നൽകിയിരിക്കുന്നത്. അത് അവഗണിക്കുന്നതും സ്ത്രീ സകലത്തിലും പുരുഷന് തുല്യാണെന്ന് ധരിച്ച് ലിംഗവ്യത്യാസം നിഷേധിക്കുന്നതും പരാജയത്തിൽ കലാശിക്കും. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് എതിരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും മുതിരരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ ഇത് ഒരു ക്ലാസ് കൊണ്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ ചില കാര്യങ്ങൾ ആഴമായിട്ട് പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആ 2 ക്ലാസ് ആയിട്ട് ഞാൻ അത് എടുത്തത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും, ഒരുപക്ഷെ നിങ്ങൾ ഈ ദൈവസഭയിലായിരിക്കും, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മറ്റേതെങ്കിലും രാജ്യത്തോ ഒക്കെ പോകുമ്പോൾ, സ്തോത്രം, 1000 പേര് അങ്ങനെ വന്നാലും നിങ്ങൾ മൂടുപടമിടാതെ ദൈവസഭയിൽ ഇരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ചെല്ലുന്ന 1000 ആൾക്കാർ കൂടുന്ന സഭയായിരിക്കും, ആരും ഇടാതായിരിക്കും വരുന്നത്. നിങ്ങളോട് പലരും ചോദിക്കും, എന്താ നിങ്ങൾ ഇത് ധരിക്കുന്നത്? നിങ്ങൾക്ക് ഉത്തരമുണ്ട്. അത് സൃഷ്ടിയുടെ ക്രമാനുസരണമാണ്. ബാഹ്യമായ സാമാന്യ ബോധത്തിന് നിരക്കുന്ന കാര്യമാണ്. 3, അത് പ്രകൃതി നൽകുന്ന പാഠമാ. 4, അത് സഭകളുടെ പൊതുവായ ആചാരമാ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണെന്ന് ധൈര്യമായിട്ട് പറയുവാൻ കൊണ്ട് നമുക്ക് കഴിയണം. ഈവൻ മറ്റുള്ള സഭകളിൽ നമ്മുടെ സഹോദരിമാര് പോകുമ്പോഴും ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിൽ തലയെ തുണിയിട്ടിട്ട് നിൽക്കുന്നത് അതിന് ഉത്തരമുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓരോരുത്തരെയും പെരുന്നാളുകൾ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.